ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിടി പായസമാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പളവല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് എടുത്താൽ മതി, അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അര കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പൊടി എന്നുള്ള അളവാണ് കേട്ടോ. അപ്പോൾ അര ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടി എന്നുള്ള അളവിലെടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വാട്ടുന്ന പോലെ തന്നെയാണ്, വെള്ളത്തിൻ്റെ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഗോതമ്പ് പൊടിക്ക് വെള്ളം കുറച്ച് മതി കേട്ടോ. അരിപ്പൊടിക്കാണെങ്കിൽ നമ്മൾ ഡബിൾ ചെയ്തിട്ടാണല്ലോ വെക്കാറുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈ കൊണ്ട് തൊടാൻ പാകമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊന്നും കൂട്ടിയിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെ പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി കുറച്ച് പൊടി ചേർത്തിട്ട് നമുക്ക് ഗോതമ്പ് പൊടി തന്നെ എടുത്തിട്ട് നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഷേപ്പിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏത് ഷേപ്പിലും ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലിയതാക്കി ഏതെങ്കിലും ഷേപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് അത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ചവരിയൊക്കെ പോലെ നല്ല പോലെ ചെറിയ ചെറിയ ഏതെങ്കിലും ഷേപ്പിലാണെങ്കിൽ അത്രയും ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പായസത്തിൻ്റെ കൂടെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കൊന്നും അറിയുണ്ടാവില്ല ഈ ഒരു രുചിയിട്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ആ ഒരു പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെ അറിയാനുള്ളൊരു അവസരം കൂടെ ആയിരിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുട്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച ചോറിൻ്റെ ഒക്കെ അത്രയും ഒരു സൈസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരാൾ മാത്രമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ സമയമുള്ള ഒരു ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കേട്ടോ, അത്രയേ ഉള്ളൂ. ഒരാൾ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റ് ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ മക്കളെയും കൂടെ വിളിച്ചിട്ടാണ് ഇത് മുഴുവനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ കുറച്ച് വലുപ്പത്തിലും ചെറുപ്പത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ഷേപ്പിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് പൊടിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നമുക്ക് നല്ല കുറേ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പൊടി വേണമെങ്കിൽ പൊടി നമ്മൾ ഈ ഒരു പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പായസം ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പായസം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു തേങ്ങയുടെ പാല്, ഒരു 2ാം പാല് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാലൊന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2ാം പാല് നമ്മൾ കുറച്ച് വെള്ളത്തിൽ തന്നെ കലക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. തേങ്ങ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. തിളക്കാതെ ഒരിക്കലും ഇടരുത്, പെട്ടെന്ന് ഒട്ടി പിടിക്കും. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശർക്കരയുടെ ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു പിടി ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല വേവാവുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് കറക്റ്റ് വേവായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പായസം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇനി വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കലക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുക.
അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടോ. ഇനി നല്ല പോലെ തിളച്ചിട്ട് ഇതൊന്ന് വേവണം. ഈ ഒരു പിടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വാട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും ഇതിൽ കടന്നിട്ട് ശർക്കരയുടെ ആ ഒരു മധുരമൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കരയിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ചില ശർക്കര ഉപ്പുള്ളൊരു ശർക്കര ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തലപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. പാലും കൂടെ ഒഴിച്ചിട്ട് ഇനി ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിരിക്കുന്ന സമയം കൊണ്ട് കുറച്ചും കൂടെ കട്ടിയാവും കേട്ടോ, പൊടിയായത് കാരണം തന്നെ. അപ്പോൾ ആ ഒരു ലൂസിൽ വേണം നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാനായിട്ട്. ഒരുപാട് കട്ടിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരുപാട് കുറുകിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ, സ്പൂണൊക്കെ വെച്ചിട്ട് കോരി കഴിക്കേണ്ടി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി സാധാരണ നമ്മൾ തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ അടുപ്പ് കത്തിച്ചിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഏലക്കയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണമെന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാകത്തിനാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരുപാട് തിളപ്പിക്കണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് സാധാരണ നമ്മൾ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കട്ടോ. നമ്മൾ തേങ്ങ ചിരകി ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങാക്കൊത്തതിന് കൂടെ കടിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ കുടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.